വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുക്കുംബർ കൃഷിയാണ് കേട്ടോ. എല്ലാവരുടെയും ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും കുക്കുംബർ സാലഡായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലും വളരെ എളുപ്പത്തിൽ തന്നെ കുക്കുംബർ കൃഷി നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. അതിന് അധിക സമയമൊന്നും വേണ്ട, വെറും 40 ദിവസം കൊണ്ട് തന്നെ നമുക്കത് വിളവെടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് കുക്കുംബർ കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കുംബറിൻ്റെ വിത്ത് നല്ല ഇനം വിത്തൊക്കെ വാങ്ങിച്ച് തൈകൾ എല്ലാതും പാവി മുളപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് നല്ല കരുത്തുള്ള തൈകൾ എടുത്തിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ 2 എണ്ണമൊക്കെ വയ്ക്കാം. പിന്നെ മണ്ണിൽ ഡയറക്റ്റായിട്ട് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം 15 ദിവസം ആകുമ്പോൾ തന്നെ ഇതിൽ നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഈ ഫ്ലവർ ഉണ്ടാവുന്ന ഓരോ ഇലയുടെ സൈഡിലും ഫ്ലവർ ഇതിൽ നിറയെ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ കാണുന്നത് ആൺപൂവാണ്, പെൺപൂവും ഉണ്ടാവും. അപ്പോൾ പെൺപൂവിലാണ് ഇതിൽ കായകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കേടുകൾ എന്തെങ്കിലും വരാൻ സാധ്യത, അധികം കേടുപാടുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളൊരു 40 ദിവസം നമ്മൾ പ്രാണികളൊന്നും കുത്താതിരിക്കാൻ വേണ്ടി നമുക്കൊരു കടലാസോ അങ്ങനെ എന്തെങ്കിലും ചുറ്റി വെച്ചാണെങ്കിൽ, കുറച്ച് ദിവസം വെച്ച് വെക്കുകയാണെങ്കിൽ അധികം ചെറിയ കുത്തുകളൊന്നും അധികം വരില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു 40 ദിവസം കൊണ്ട് ഉണ്ടായ കുക്കുംബറാണിത്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി ഇടുമ്പോൾ നിന്നധികം കാലം ഇങ്ങനെ നിർത്തരുത്. അപ്പോൾ അത് വീണ്ടും പൊളിയും ചെയ്യും. പിന്നെ അതും അതിൻ്റെ ഉള്ളിൽ വിത്തുകൾ അരികളും വരികയും ചെയ്യും. അതുപോലെ ഇതും വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ അതുപോലെ ഇവിടെ കണ്ടോ വരുന്ന ചെറുത്. ഈ പ്രായത്തിൽ തന്നെ നമ്മളൊരു ചെറിയ പേപ്പറോ അല്ലെങ്കിൽ കവറോ കെട്ടി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് നാൾ വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഒരു വിഷവും അടിക്കാതെ തന്നെ നമുക്ക് ഈ കൈയോടെ തന്നെ നമുക്ക് തിന്നാവുന്ന കുക്കുംബർ കൃഷിയിലെ വിളവെടുപ്പ് എന്തായാലും എടുക്കാൻ പോവാം. അപ്പോൾ ഇത് ആദ്യത്തെ കുക്കുംബർ കൃഷിയാണ്. കണ്ടാ വാടാ. നമ്മുടെ രണ്ടാമത്തെ എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 കുക്കുംബറാണ് കണ്ട. നല്ല വലുപ്പത്തിൽ തന്നെ. അധികം വളം ആയിട്ട് ഞാൻ ചെയ്യുന്നത് ചാണകപ്പൊടിയും ആണ് ഇട്ടേക്കണത്. പിന്നെ പൂവൊക്കെ ഇട്ട് വരുമ്പോഴാണ് കുറച്ച് ഒരു പിടി ചാരം അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് മണ്ണ് കൂട്ടി കൊടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കുറച്ച് വളം, ഒരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് ഒന്ന് മണ്ണ് കൂട്ടിയിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വേറെ വളങ്ങളും വേറെ ഒന്നും വേണ്ട. ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നാട്ടിൻ കാഷ്ടോ ഏതെങ്കിലും വെച്ചാൽ മതി. പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് തെളിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പ്രാണികളൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രാണികൾക്ക് ശല്യം വരുന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ മിശ്രിതമോ അങ്ങനെ എന്തെങ്കിലും വെളുത്തുള്ളിയും കൂടിയിട്ട് സോപ്പിൻ്റെ ഇതും കൂടി ആക്കിയതിന് ശേഷം അതും തെളിച്ചാൽ മതി. അത് വരാതിരിക്കാൻ തന്നെ ഇടയ്ക്ക് തെളിക്കുന്നത്, ആഴ്ചയിൽ ഒരു പ്രാവശ്യം തെളിക്കുന്നത്. വെണ്ടക്കായ 1-2 കൂടുമ്പോൾ നമ്മൾ പറിച്ച് എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ മൂത്ത് പോകും കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ആയി വരണമെന്നുള്ള മല്ലി മുളകൊക്കെ കണ്ട, ഒരു കേടില്ലാണ്ട് ഇല ഒക്കെ കണ്ട. പിന്നെ അതുപോലെ മുളകുണ്ടായതാണ് ഇത് കണ്ട്. മുളകൊക്കെ ഉണ്ടായി. നമുക്ക് വെണ്ടക്കായ നമുക്ക് വിളവെടുക്കാം. ഇത് ചുവന്ന വേണ്ട കേട്ടോ. ഇത് പച്ച നമുക്ക് സാധാരണ ടൈപ്പ്. നമ്മുടെ ചുവന്ന വെണ്ടയിൽ ശരിക്കും നമുക്ക് ഈ മെയിൻ തണ്ടിലല്ലേ വെണ്ടക്കായ ഉണ്ടാവുന്നത്. അതിനോടൊപ്പം തന്നെ കണ്ട ചെറിയ ചില്ലകൾ ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ ഇവിടെ കണ്ട ഇങ്ങനെ ചില്ലകൾ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. അതിലൊക്കെ വെണ്ട നമുക്ക് കിട്ടും കേട്ടോ. എന്നാലും ചുവന്ന വെണ്ടയുടെ പ്രത്യേകത നല്ല ഇനമാണ്. കറി വയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ ചുവപ്പ് കളറായാലും കറി വെച്ച് ഒരു അവസാനം ആകുമ്പോൾ വേവേണ്ട ടൈം ആകുമ്പോൾ ഇത് ഗ്രീൻ തന്നെ ആവും, റെഡ് തന്നെ ആവില്ല കേട്ടോ.
ഇതേ നമുക്ക് നമ്മുടെ വഴുതനങ്ങ വീണ്ടും ഉണ്ടായാണ് കേട്ടോ. അവിടെ 2 എണ്ണം ഇവിടെ. അപ്പം നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ. അത് കണ്ട പിന്നെ മുളക് ഉണ്ടായത് കണ്ട. ഇത് കണ്ട, ഇത് നമ്മുടെ മുളക്, കടലാസ് മുളക് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ പേരെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുക്കുംബർ കൃഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കുംബർ കൃഷിയുടെ വിളവെടുപ്പും കൃഷി രീതിയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നാളത്തെ നല്ലൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.